നമസ്കാരം. വഴിക്കടവിൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള വിനീഷ് ഒരുക്കിയ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് കഴിഞ്ഞ ദിവസം 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ട കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. വാർത്തയൊക്കെ വളരെ വേദനയോടെയാണ് നമ്മളെല്ലാവരും കേട്ടതെങ്കിൽ കോൺഗ്രസുകാർ ആ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിൽ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ തെമ്മാടിത്തരം നമ്മുടെ മുമ്പിലുണ്ട് അല്ലെ. അതായത് ആ കുട്ടിയുടെ ആ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഇതൊക്കെ സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷേ പൊളിഞ്ഞ് തകർന്നടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട് ആര്യാടൻ ഷൗക്കത്ത് നടത്തിയ പ്രതികരണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജ്യോതികുമാർ ചാമക്കാല നടത്തിയ നാടകം, ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അവസാനം ദുരന്തത്തെ പോലും ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗപ്പെടുത്തുന്ന കോൺഗ്രസിന്റെ നികൃഷ്ട ചിന്താഗതി വലിയ രീതിയിലുള്ള ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് പണി പാളിയെന്ന് മനസ്സിലായപ്പോൾ ഇന്ന് വി.ഡി. സതീശനും വി.എസ്. ജോയിയും ഒക്കെ ആ കുടുംബത്തെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സത്യത്തില് അത് കണ്ടപ്പോൾ നിങ്ങളോടുള്ള വെറുപ്പ് 100 ഇരട്ടിയായി നാട്ടിലെ ജനങ്ങൾക്ക് കൂടി എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്നും ആദ്യം തന്നെ കാണാം. PR വർക്കാണ് ഒന്ന് സ്വയം വെളുപ്പിക്കാനും ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ഇവർ ഇതുവരെ നടത്തിയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനൊക്കെ വേണ്ടി ഒരു സെന്റിമെന്റ്സ് പിടിച്ചു പറ്റാൻ വേണ്ടി ഒരു വൈകാരികത ഉണർത്താൻ വേണ്ടിയൊക്കെ നടത്തിയ പ്രകടനമാണ്. പക്ഷെ കയ്യെന്ന് പാളി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് ആ മരണ വീട്ടിലേക്ക് പോകുന്ന വി.ഡി. സതീശനെയും വി.എസ്. ജോയിയെയും കോൺഗ്രസ് പ്രവർത്തകരെയും ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ട ശേഷം ചിലതൊക്കെ പറയാനുണ്ട്. കണ്ടല്ലോ, ചിരിച്ച് കളിച്ചൊക്കെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഏതോ ടൂറിന് പോകും പോലെയാണ്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഒരു മകൻ നഷ്ടപ്പെട്ട വീട്ടിലേക്കാണ്. അമ്മയുടെയും അച്ഛന്റെയും കണ്ണുനീർ ഇതുവരെയായിട്ടും തുറന്നിട്ടില്ല. അപ്പൊ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ അങ്ങ് പ്രദർശിപ്പിക്കുകയാണ്, അങ്ങ് ഇടുകയാണ് ഈ പറയുന്ന ഫേസ്ബുക്കിലേക്ക്. കണ്ടില്ലേ, ഞങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ആ കുടുംബത്തിനൊപ്പമാണ്. പിന്നെ ഇന്നലകളിൽ ഞങ്ങൾ ഈ പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയം കലർത്തി പറഞ്ഞതൊക്കെ അത് ഞങ്ങളൊന്നും അല്ല കേട്ടാ എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. എം സ്വരാജ് അവിടെ പോയല്ലോ, ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചല്ലോ. എം സ്വരാജിന്റെ ഇടപെടൽ മൂലം ആ പ്രതിയെ കൈയോടെ തന്നെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായല്ലോ. പക്ഷെ ഇതൊക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട് അവർ രാഷ്ട്രീയപരമായിട്ട് നിലമ്പൂർ ഇലക്ഷനിൽ ഒരു നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിനെയാണ് പക്വത എന്ന് പറയുന്നത്, അതിനെയാണ് വകതിരിവ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ചിരിച്ചു കളിച്ച് ഉല്ലസിച്ച് കയറി ചെല്ലുകയാണ്. എന്നിട്ട് ആ ക്യാമറമാൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, നേരെ നോക്ക്, അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിലേക്ക് നോക്കി മാത്രമേ ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് ആക്ട് ചെയ്യുകയുള്ളൂ വി.ഡി. സതീശൻ. നാണമില്ലല്ലോ എന്ന് ചോദിച്ചു പോവുകയാണ്. നിലമ്പൂരിലെ ഇലക്ഷന് ജയിക്കാൻ വേണ്ടി പല രീതിയിലുള്ള നാടകങ്ങൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷൗക്കത്തിനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. നമുക്കറിയാമല്ലോ, ചാവക്കാട് ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട 2011 ഓഗസ്റ്റ് 1-ാം തീയതി സംഭവിച്ചിട്ടുള്ള ഒരു ദുരന്തം. ഒരു അച്ഛനും മകനും ഈ പറയുന്നത് പോലെ ഈ വൈദ്യുതി കമ്പിയിൽ ചവിട്ടി മരണമടയുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് KCBയുടെ അശ്രദ്ധ മൂലം സംഭവിച്ച ഒരു കാര്യമാണ്. അന്ന് എന്തായിരുന്നു ഇവരുടെയൊക്കെ നിലപാട്? അപ്പൊ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ്സുകാർ ഇപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അത്ഭുതത്തോടെയാണ് ആ നാട്ടിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. എന്താണെന്നറിയോ, നേരത്തെ ഇതുപോലെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. മരണങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സമയത്തൊന്നും ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു സാധാരണ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ പോലും ഇങ്ങനെ ആരുടെയും വീട്ടിലേക്ക് കയറി ചെന്നിട്ടില്ല എന്നുള്ളൊരു വസ്തുത കൂടി പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് അത്ഭുതമാണ്. നോക്കൂ, പ്രതിപക്ഷ നേതാവ് നമ്മുടെ ഈ പറയുന്ന വീടുകളിലേക്ക് വരുന്നു, ഇങ്ങനെ സന്ദർശനം നടത്തുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് അത്ഭുതമാണ്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവ പ്രവർത്തകനായിട്ടുള്ള വിനീഷിനെ ഈ ഒരു പരിപാടിയെ ഞങ്ങൾ പങ്കെടുപ്പിക്കില്ല എന്ന് പോലും പലരും പറയുന്നില്ല. അതുപോലെ തന്നെ വേറൊരു വലിയ ഒരു ദുരന്തം കൂടി നിങ്ങൾക്ക് അറിയണോ? അതായത് ഈ സംഭവം അവിടെ നടക്കുമ്പോൾ ഇത് സർക്കാരിന്റെ വീഴ്ചയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയാണല്ലോ. ഈ കുട്ടിയുടെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടില് UDF നോട്ട് പിടിക്കാൻ വേണ്ടി അവിടെ ചുമരെഴുത്തൊക്കെ നടത്തിയിട്ടുണ്ട്. ഷൗക്കത്തിന് വോട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരൊക്കെ ഇത് കാണണേ. വൈകാരികത ഉണർത്തിക്കൊണ്ട് വോട്ട് മേടിക്കാനുള്ള തന്ത്രമാണ്. എല്ലാം പൊളിഞ്ഞടങ്ങി എന്നുള്ളതാണ്. ഇന്നിപ്പോ ഈ പറയുന്ന പോലെ KCBയുടെ ഓഫീസിലേക്ക് വലിയ രീതിയിൽ മാർച്ച് നടത്തി കോൺഗ്രസ്. ഒപ്പം ആരാണ് കൂട്ടുകാരായിട്ട് കൂടെ കൂടിയത്? BJPക്കാരാണ്. കൈയോട് കൈ ചേർത്താണ് അങ്ങ് പോയത്. കൊടി മാറിപ്പിടിക്കാനായിട്ട് എന്തായാലും ആളുകൾ ഉണ്ടായതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. കാരണം അമ്മാതിരി അങ്ങ് ഒരേ മനസ്സോടെ അങ്ങ് ചെന്നിട്ടങ്ങ് ഈ പറയുന്നത് പോലെ സർക്കാരിനെതിരെ ഇങ്ങനെ ഇല്ലാത്ത പെരുന്നുണകൾ പറയുകയാണ്. എന്നാൽ മാന്യമായിട്ട് ഒരു പ്രതിഷേധം, ഒരു മാർച്ച് അവിടെ വഴിക്കടവിൽ നടന്നു കേട്ടോ. അങ്ങോട്ടേക്കാണ്, വഴിക്കടവ് പഞ്ചായത്തിലേക്ക്. ആ പഞ്ചായത്തിന്റെ തികഞ്ഞ അനാസ്ഥ ഇവിടെയുണ്ട്. ഇത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചതും ഈ പറയുന്ന പോലെ ഇത്തരത്തിൽ സമാനമായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അതിനൊക്കെ മധ്യസ്ഥ വഹിച്ചുകൊണ്ട് ഇതെല്ലാം ഒതുക്കി തീർത്തതും ഈ പഞ്ചായത്താണ്. സ്വാഭാവികമായിട്ടും UDF ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിലേക്ക് LDF മാന്യമായിട്ട് ഒരു പ്രതിഷേധം നടത്തിയപ്പോൾ LDFന്റെ പ്രതിഷേധം കണ്ട്, മാർച്ച് കണ്ട് ഇറങ്ങി ഓടി
UDF-ന്റെ നേതാക്കൾ ഒരാൾ പോലും പുറത്തിറങ്ങിയില്ല. മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2-3 കാര്യങ്ങൾ കൂടി നമ്മൾ തുറന്ന് കാണേണ്ടതുണ്ട്. രണ്ട് പേരും പ്രതിപക്ഷവും ഭരണപക്ഷവും ഇടപെടൽ നടത്തിയതിന്റെ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കൂട്ടര് ഇതിൽ രാഷ്ട്രീയം കലർത്തി ദുരന്തത്തിൽ നിന്ന് എങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാമെന്ന് പയറ്റിയപ്പോൾ അവിടെ ആ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന നിലപാടല്ലേ പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചത്. മാത്രമല്ല ആ പ്രതിയെ എത്ര മണിക്കൂർ കൊണ്ട് പിടികൂടി, പെട്ടെന്ന് തന്നെ പിടികൂടിയില്ലേ. പിടികൂടിയെന്നത് മാത്രമല്ലല്ലോ, നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. ഭാരതീയ ന്യായ സംഹിതയിലെ 125-ാം വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. അപ്പോ ഈ പ്രതിയെ പിടികൂടുമ്പോൾ പ്രതി കോൺഗ്രസ്സുകാരനാണെന്ന് അറിയുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മറ്റുള്ള കോൺഗ്രസ്സുകാർക്കൊക്കെ ഈ എന്തെങ്കിലും ഇതിൽ പങ്കുണ്ടോ, ഈ ഇലക്ഷനുമായി എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള ചർച്ചകളൊക്കെ സജീവമാകുമ്പോൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, ഈ പ്രതിയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഇപ്പോ പുതിയ ഗിമ്മിക്ക് നമ്പറായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് UDF. ഇതിനിടയിൽ ഒരു ബിരുദൻ കൂടിയുണ്ട് കേട്ടോ, PV അൻവർ. മൂപ്പര് സൂപ്പറാണ്. മൂപ്പര് അവിടെ ചെല്ലുന്നു, അവിടെ ചെന്ന ശേഷം ഈ പറയുന്ന അവരൊക്കെ ആയിട്ട് നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുന്നു, സാന്ത്വനിപ്പിക്കുന്നു, പെട്ടിരിക്കുന്ന ആളുകളെ വല്ലാതെ ആശ്വസിപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന വീഡിയോകളൊക്കെ എടുക്കുന്നു. ഇതൊക്കെ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അത് വീഡിയോ എടുത്തൊരു പാട്ടൊക്കെ ഇട്ട് റീൽസ് ആക്കിയിട്ട് മൂപ്പര് വിട്ട് നല്ല നീക്ക വോട്ട് ചെയ്യാൻ വേണ്ടി. എന്നാൽ ഇവരൊക്കെ ഇങ്ങനെ BGM ഒക്കെ ഇട്ട് അവരുടെ ആ ഒരു സങ്കടത്തെ വിറ്റ്, ആ മരണത്തെ വിറ്റ് ഇവരിങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുമ്പോഴും ഇതിനൊന്നും എന്തായാലും LDF-ന്റെ സ്ഥാനാർത്ഥി ഇറങ്ങിത്തിരിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള സ്വഭാവങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇവിടെയാണ് നമ്മൾ മനുഷ്യരെ കാണേണ്ടത്. എന്തായാലും സ്വരാജിനോട് ആ ഒരു കാര്യത്തിൽ സത്യത്തിൽ വലിയ ഒരു ബഹുമാനം തോന്നിപ്പോവുകയാണ്. ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കണം, ഒരു വിഷയത്തിൽ എങ്ങനെ ഇടപെടലുകൾ നടത്തണം, ഒരു വിഷയത്തിൽ ഏത് രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തണം, അതൊക്കെ നമ്മൾ സ്വരാജിലൂടെ കാണുകയാണ്. സ്വരാജ് പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ ദൈവത്തോർത്താനും രാഷ്ട്രീയം കളിക്കല്ലേ, ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു മകനെയാണ് എന്നാണ് പറഞ്ഞത്. ആ വേദന നമ്മളൊക്കെ മനസ്സിലാക്കണം. ഈ സമയത്ത് നമ്മളെല്ലാം ചേർന്ന് നിൽക്കേണ്ട സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഒരു ക്വാളിറ്റി വേണം. അല്ലാതെ ഇത് സർക്കാരിന്റെ സ്പോൺസേഡ് കൊലപാതകമാണ് എന്നൊക്കെ രേഖപ്പെടുത്തുകയല്ല ഇവിടെ ചെയ്തത്. അവിടെ ആ വിഷയത്തെ വഷളാക്കുകയാണ്. ആളുകൾ തിരിച്ചുവിടാനുള്ള, അതായത് ഈ LDF-നെതിരെ തിരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാമെന്നേ. അവിടെ ആരാണ് പ്രതിക്കൂട്ടിലെന്ന്, ആരാണ് അവിടെ പ്രതിയെന്ന്, ആരാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്ന് നല്ല ബോധ്യം ആ കുടുംബത്തിനുണ്ട്, ആ നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ആ തന്ത്രം അവിടെ പാളിപ്പോകുന്നത്. ഈ ചിരിയുടെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ഇതിനേക്കാൾ വലിയ ചിരിയായിരുന്നല്ലോ ജ്യോതികുമാർ ചാമക്കാലിട്ട ആ പോസ്റ്റിൽ നമ്മൾ കണ്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഒരു നാടിന്റെ സമാധാനം മുഴുവനും ഇല്ലാതാക്കി അവിടെ രാഷ്ട്രീയപരമായിട്ട് ചേരിതിരിവുണ്ടാക്കിക്കൊണ്ട് തമ്മിലടിപ്പിച്ചുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ടാക്കാനുള്ള കളിയാണ് അവിടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരൊക്കെ നടത്തുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ രാഹുൽ മാങ്കൂട്ട് അടക്കമുള്ള ആൾക്കാർ ഒക്കെ പോയിട്ടുണ്ട്. കരുതിയിരിക്കുക എന്ന് മാത്രമാണ് നിലമ്പൂരിലെ ജനങ്ങളോട് പറയാനുള്ളത്. അതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. വർഗീയ കാർഡ് ഇറക്കി, വ്യാജ പ്രചരണങ്ങൾ ഇറക്കി, LDF സ്ഥാനാർത്ഥി ജയിക്കുമെന്ന ഭയത്തിൽ കോൺഗ്രസ് കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ, ഇലക്ഷന് ശേഷവും അവർക്ക് ജീവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. നിങ്ങളുടെ കാട്ടിക്കൂട്ടലുകൾക്കിടയിൽ ഈ പറയുന്ന ജനങ്ങൾ സ്വാഭാവികമായിട്ടും അനുഭവിക്കുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഈ പറയുന്ന ഗ്യാലറിയിൽ ഇരുന്ന് കാണുന്ന ആളുകൾക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആരൊക്കെയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നതെന്നൊക്കെ. എന്തായാലും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ട് മേടിച്ചോളൂ. പക്ഷേ ഇമാതിരി തെമ്മാടിത്തരം കാട്ടി വോട്ട് മേടിക്കാൻ ചെല്ലരുത്. ഇത് UP അല്ല, ഗുജറാത്ത് അല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കേരളമാണ്. ജനങ്ങൾ കണ്ണു തുറന്ന് കാണുന്നുണ്ട്. അവരതിനൊക്കെ മറുപടി തരിക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.